2024 തിരുവനന്തപുരം, കേരള. സ്ഥലത്തെ ഒരു സ്കൂളിൽ ഫ്രഞ്ച് ടീച്ചറായി ജോലി ചെയ്യുകയാണ് 29 വയസ്സുള്ള ആര്യ ബി നായർ. പഠനത്തിന് ശേഷം താൻ ആഗ്രഹിച്ച പോലെ തന്നെ ടീച്ചിങ് തൻ്റെ പ്രൊഫഷനായി അവൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ജീവിതം വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ആ ദിവസം വന്നെത്തിയത്. 2024 മാർച്ച് 27. എല്ലാ ദിവസത്തെയും പോലെ ജോലിക്കിറങ്ങിയ ആര്യ നേരം വൈകിട്ടും തിരികെ വീട്ടിലെത്തിയില്ല. വൈകിയായാലും ആര്യ തിരിച്ചെത്തുമെന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയതെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷവും ആര്യ തിരിച്ചെത്തിയില്ല. അങ്ങനെ വീട്ടുകാർ ആര്യയെ കോൾ ചെയ്തപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പരിഭ്രാന്തരായ വീട്ടുകാർ ആര്യയുടെ കൂടെ ജോലി ചെയ്യുന്നവരെയും അവളുടെ ഫ്രണ്ട്സിനെയും കോൾ ചെയ്തപ്പോൾ അവർ ആരും തന്നെ അന്നേ ദിവസം ആര്യയെ കണ്ടിട്ടില്ല. കാര്യഗൗരവം മനസ്സിലാക്കിയ വീട്ടുകാർ ആ രാത്രിയിൽ തന്നെ പോലീസിൽ പരാതി നൽകി. ഉടൻ തന്നെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. അങ്ങനെ പോലീസ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തത് ആര്യയുടെ വീട്ടുകാരെ തന്നെയാണ്. ആര്യ ആരെങ്കിലുമായും പ്രണയത്തിലാണോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം. എന്നാൽ ആര്യയുടെ സമ്മതത്തോടു കൂടി തന്നെ അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ അവളുടെ വിവാഹമാണെന്നും വീട്ടുകാർ വെളിപ്പെടുത്തി. മാത്രമല്ല ആര്യ അതിന്റെ എക്സൈറ്റ്മെന്റിലുമായിരുന്നെന്നും വീട്ടുകാർ കൂട്ടിച്ചേർത്തു. അതായത് ആര്യയ്ക്ക് എങ്ങും ഒളിച്ചോടി പോകേണ്ട കാര്യമില്ല എന്നർത്ഥം. അതിനുശേഷം പോലീസിന്റെ അടുത്ത നീക്കം ആര്യയുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റേഴ്സ് അകലെ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എന്ന സിറ്റിയിലായിരുന്നു ആര്യയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ. പതിവ് പോലെ ജോലിക്കിറങ്ങിയ ആര്യ എങ്ങനെയാണ് ഇത്ര ദൂരത്തെത്തിയത് എന്നറിയാതെ ആര്യയുടെ ഫാമിലിയും അമ്പരന്നുപോയി. കാരണം ഒറ്റയ്ക്ക് ഇത്രയും ദൂരെയുള്ള ഒരു സിറ്റിയിൽ പോകുന്ന കാര്യം ആര്യ വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം പോലീസ് ആര്യയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു. അതിൽ നിന്നും ആര്യ തുടർച്ചയായി കോണ്ടാക്ട് ചെയ്തിട്ടുള്ള 2 നമ്പേഴ്സ് പോലീസ് കണ്ടെത്തി. അതിൽ ആദ്യത്തെ നമ്പർ നവീൻ തോമസിന്റേതും രണ്ടാമത്തെ നമ്പർ അദ്ദേഹത്തിന്റെ ഭാര്യ ദേവിയുടേതുമായിരുന്നു. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ദമ്പതികളായ നവീൻ തോമസും ദേവിയും ആയുർവേദിക് ഡോക്ടേഴ്സാണ്. മാത്രമല്ല കാണാതായ ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ പാർട്ട് ടൈം ജർമ്മൻ ലാംഗ്വേജ് ടീച്ചറായി ദേവിയും ജോലി ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ ആര്യയും നവീൻ തോമസും ദേവിയും നല്ല സുഹൃത്തുക്കളായിരുന്നെന്നും അവർ പരസ്പരം ഇടയ്ക്കിടെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നെന്നും പോലീസ് മനസ്സിലാക്കി. മാത്രമല്ല ആര്യയുടെ വീട്ടുകാർക്കും നവീണിനെയും ദേവിയെയും പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ പോലീസ് നവീണിന്റെയും ദേവിയുടെയും വീട്ടിലെത്തിയപ്പോൾ അവരും തിരുവനന്തപുരത്തില്ല എന്ന് വ്യക്തമായി. അങ്ങനെയിരിക്കെയാണ് ഏപ്രിൽ 2-ാം തീയതി ആര്യയുടെ അച്ഛന് ഒരു ഫോൺ കോൾ വന്നത്. അരുണാചൽ പ്രദേശ് പോലീസായിരുന്നു അദ്ദേഹത്തെ കോൾ ചെയ്തത്. ഇറ്റാനഗറിലുള്ള ഒരു ഹോട്ടലിൽ നിന്നും ചില ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരാൾ നിങ്ങളുടെ മകൾ ആര്യയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സോ അത് സ്ഥിരീകരിക്കാനായി എത്രയും പെട്ടെന്ന് നിങ്ങൾ അരുണാചൽ പ്രദേശിലേക്ക് വരണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. ഒട്ടും സമയം കളയാതെ ആര്യയുടെ വീട്ടുകാർ അരുണാചൽ പ്രദേശിലെത്തുകയും ഹോട്ടലിലുള്ള ഒരു ഡെഡ് ബോഡി ആര്യയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ആര്യ എങ്ങനെയാണ് അരുണാചൽ പ്രദേശിലെത്തിയത്? എന്തായിരുന്നു ശരിക്കും ആര്യയ്ക്ക് സംഭവിച്ചത്? കൃത്യമായ അന്വേഷണത്തിലൂടെ ദുരൂഹതകൾ നിറഞ്ഞ ആ സംഭവങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം പോലീസ് കണ്ടെത്തി. 2024 മാർച്ച് 27. ആര്യയും നവീൻ തോമസും ദേവിയും തിരുവനന്തപുരത്തു നിന്നും അരുണാചൽ പ്രദേശിലേക്ക് വിമാനം കയറി. അതിനുശേഷം ഇറ്റാനഗറിലുള്ള ഒരു ഹോട്ടലിൽ അവർ ഒരു റൂം എടുത്തു. മാർച്ച് 28 മുതൽ 31 വരെ അവർ 3 പേരും അവിടെല്ലാം ചുറ്റിക്കറങ്ങി. അതുവരെയും കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. എന്നാൽ ഏപ്രിൽ 1-ാം തീയതി ഹോട്ടൽ ജീവനക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചു. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർ 3 പേരും താഴേക്ക് വന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ അവർ റൂമിന് പുറത്തിറങ്ങിയില്ല. ഒരുപക്ഷെ അവർ റെസ്റ്റ് എടുക്കുകയായിരിക്കുമെന്ന് കരുതി ഹോട്ടൽ ജീവനക്കാർ അത് കാര്യമായി എടുത്തില്ല. എന്നാൽ അതിന്റെ അടുത്ത ദിവസം ഏപ്രിൽ 2-ാം തീയതിയും അവരെ പുറത്തേക്ക് കണ്ടില്ല. ഇതേ സമയം ക്ലീനിംഗ് സ്റ്റാഫ് അവരുടെ റൂമിന് മുന്നിലെത്തി ഡോർബെൽ അടിച്ചു. പക്ഷേ അകത്തു നിന്നും യാതൊരു റെസ്പോൺസുമില്ല. അങ്ങനെ ഹോട്ടൽ ജീവനക്കാർ ഈ കാര്യം മാനേജറിനെ അറിയിച്ചപ്പോൾ ഉടൻ തന്നെ മാസ്റ്റർ കീ ഉപയോഗിച്ച് മാനേജർ അവരുടെ റൂമിന്റെ വാതിൽ തുറന്നു. അങ്ങനെ റൂമിനകത്ത് കയറിയ മാനേജർ കൊടൂരമായ ആ കാഴ്ച കണ്ട് മരവിച്ചുപോയി.
ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസും എത്തിച്ചേർന്നു. റൂമിലെത്തിയ പോലീസ് ആദ്യം കാണുന്നത് ബെഡിൽ കിടന്ന ആര്യയുടെ ഡെഡ് ബോഡിയാണ്. കയ്യിലെ നരമ്പ് മുറിച്ച നിലയിൽ ആ ബെഡ് മുഴുവൻ രക്തമായിരുന്നു. അതിനുശേഷമാണ് ബെഡിന് താഴെ കിടന്ന ദേവിയുടെ ഡെഡ് ബോഡി പോലീസ് കാണുന്നത്. ആര്യയെപ്പോലെ തന്നെ ദേവിയുടെയും കയ്യിലെ നരമ്പ് മുറിച്ചിട്ടുണ്ട്. ഇത് കണ്ട പോലീസ് കരുതിയത് നവീൻ തോമസ് ആര്യയും ദേവിയും കൊലപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടതായിരിക്കാമെന്നാണ്. പക്ഷേ ആ സംശയത്തിന് നിമിഷങ്ങൾ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. കാരണം ആ റൂം പരിശോധിച്ചപ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറന്ന പോലീസ് കണ്ടത് കയ്യിലെ നരമ്പ് മുറിച്ച നിലയിൽ ബാത്റൂമിൽ കിടക്കുന്ന നവീൻ തോമസിന്റെ ഡെഡ് ബോഡിയാണ്. സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് ടീമും എവിഡൻസിനായി ആ റൂം മൊത്തം അരിച്ചുപെറുക്കി. അപ്പോഴാണ് കൊല്ലപ്പെട്ട 3 പേരുടെയും കുറച്ച് തലമുടി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഫോറൻസിക് ടീം കണ്ടെത്തിയത്. മാത്രമല്ല ആദിവാസികൾ ഉപയോഗിക്കുന്ന തരം മുത്തുമാലകളും സൂചിയും പോലെ പല വിചിത്രമായ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഈ തെളിവുകൾ അവരുടെ മരണത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണോ എന്ന സംശയം ജനിപ്പിച്ചു. അവർ കൊല്ലപ്പെട്ടതാണോ അതോ ദുരൂഹമായ എന്തെങ്കിലും കാരണത്താൽ അവർ സ്വയം ജീവനെടുത്തതാണോ എന്നറിയാതെ പോലീസ് കൺഫ്യൂസ് ആയി. ഈ സമയത്താണ് ടേബിളിലിരുന്ന ഒരു ലെറ്റർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കത്തിൽ മരണപ്പെട്ട 3 പേരും പേരെഴുതി സൈൻ ചെയ്തിട്ടുമുണ്ട്. കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഞങ്ങൾ ജീവിതം പൂർണ്ണമായും ജീവിച്ചു. ഇനി ഞങ്ങൾ പോവുകയാണ്. ഈ തീരുമാനം ഞങ്ങൾ പൂർണ്ണ തൃപ്തിയോടെയും സന്തോഷത്തോടെയും എടുത്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ കത്തിൽ എഴുതിയിരുന്നത്. അവരുടെ മരണവാർത്ത അവരുടെ ഫാമിലി അറിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. സോ ആ ലെറ്ററിൽ ആര്യയുടെ അച്ഛന്റെ നമ്പർ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏപ്രിൽ 2-ാം തീയതി അരുണാചൽ പ്രദേശ് പോലീസ് ആര്യയുടെ അച്ഛനെ കോൾ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചത്. വെയിൻ കട്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായും രക്തം വാർന്ന് മരിക്കുവാൻ വേണ്ടി രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ടാബ്ലറ്റ്സും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഓട്ടോപ്സി റിപ്പോർട്ട് വ്യക്തമാക്കി. ഈ ടാബ്ലറ്റ്സ് അവരുടെ റൂമിലുണ്ടായിരുന്നുവെന്ന് ഫോറൻസിക് ടീമും സ്ഥിരീകരിച്ചു. മാത്രമല്ല ആ കത്തിലുള്ളത് ആര്യയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ആര്യയുടെ അച്ഛനും സ്ഥിരീകരിച്ചു. പക്ഷേ എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത്? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തിനാണ് അവർ അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് എന്നീ ചോദ്യങ്ങൾ പോലീസിനെ കുഴപ്പിച്ചു. അതിനുശേഷം പോലീസ് അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. നവീൻ തോമസിന്റെയും ദേവിയുടെയും വിവാഹ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും പക്ഷേ കുറച്ചു മാസങ്ങളായി അവർ 2 പേരും സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞ് അവരുടേതു മാത്രമായ ഒരു ലോകത്ത് ജീവിക്കുകയായിരുന്നുവെന്നും ദേവിയുടെ അച്ഛൻ മൊഴി നൽകി. മാത്രമല്ല നവീൻ തോമസും ദേവിയും ആര്യയും അമാനുഷികമായ പല കാര്യങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് അവരുടെ മ്യൂച്വൽ ഫ്രണ്ട്സും അഭിപ്രായപ്പെട്ടു. അതിനുശേഷം പോലീസ് അവർ 3 പേരുടെയും ഓൺലൈൻ ആക്ടിവിറ്റീസ് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കണ്ടെത്തിയത്. അവർ 3 പേരുടെയും ഫോണിൽ ദുർമന്ത്രവാദം, മരണാനന്തര ജീവിതം, പുനർജന്മം എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പോലീസ് കണ്ടെത്തി. മാത്രമല്ല ഇത്തരം നിഗൂഢ വിഷയങ്ങളെപ്പറ്റി ആൻഡ്രമഡ ഗാലക്സിയിലുള്ള മിതി എന്ന അന്യഗ്രഹ ജീവി ഉത്തരം നൽകുന്ന പോലെയുള്ള ഒരു PDF-ഉം അവരുടെ ഫോണിൽ നിന്നും കണ്ടെത്തി. സോ ഇതെല്ലാം വായിച്ച അവർ മരണശേഷം ആൻഡ്രമഡ ഗാലക്സിയിൽ പുനർജനിക്കുമെന്നും അവിടെയുള്ള ജീവിതം ഭൂമിയിലേക്കാൾ പവർഫുൾ ആയിരിക്കുമെന്നും വിശ്വസിച്ചിരുന്നു. ഈ വിഷയങ്ങളെപ്പറ്റി ആര്യയും നവീൻ തോമസും ദേവിയും ഇമെയിൽ വഴി ചർച്ച ചെയ്ത എവിഡൻസും പോലീസ് കണ്ടെത്തി. അവരുടെ ഹോട്ടൽ റൂമിൽ നിന്നും കണ്ടെടുത്ത ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ അരുണാചൽ പ്രദേശിലെ ആദിവാസികൾ ഉപയോഗിക്കുന്നതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസ് ആ ഹോട്ടലിലെ CCTV ക്യാമറാസ് പരിശോധിച്ചപ്പോൾ അവരുടെ റൂമിലേക്ക് ഔട്ട്സൈഡേഴ്സ് ആരും കയറുകയോ പുറത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. മാത്രമല്ല അവരുടെ റൂമിൽ ഒരു സംഘർഷം നടന്നതിന്റെ ലക്ഷണങ്ങളുമില്ല. സോ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച് അവർ 3 പേരും അവരുടെ ജീവൻ സ്വയം എടുത്തതാണ്. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.